ഹായ് മക്കളെ, നമ്മൾ ഇന്ന് വയ്ക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കിട്ടി. ആ ചിക്കൻ കുക്കറിൽ ഒരു വിസിലിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഒറ്റ വിസിലേ കൊടുത്തിട്ടുള്ളൂ. മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. ദാണ്ട് പൊട്ടറ്റോ, കിഴങ്ങ്, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, സ്പൈസസ്, ഉപ്പ്, എണ്ണ. ഇനി അമ്മ ചട്ടി അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് കൊടുക്കാം. ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള എണ്ണ ഇതാ കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കാം. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അടപ്പത്ത് ഇട്ട് കൊടുക്കുന്നു. സവോള ഇട്ട് കൊടുക്കാം. സവോള ചേർന്ന് ഒന്ന് ഇളക്കാം. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കാം. നമുക്കിതിൻ്റെ കൂടെ പൊട്ടറ്റോയും കൂടി കൊടുക്കാം. ഉരുളൻ കിഴങ്ങ്, ശകല ഉപ്പും കൂടെ കൊടുത്ത് നമുക്ക് അടച്ച് ഇളക്കിയിട്ട് ശകല ഉപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ആ സവാള ഒന്ന് ഒതുങ്ങി കിട്ടും. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സവോളയൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പോൾ നമുക്ക് നിൽക്കട്ടെ. ഇതിൽ നമുക്ക് കണ്ടോ, ഇങ്ങനെ ഒന്ന് വാവുന്ന് മാറ്റിയിട്ട് ഈ ഗരം മസാല കൂട്ട് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കേ. ആ എണ്ണയിൽ അവനൊന്ന് മൂത്ത് ഇവരോടൊപ്പം ഒന്ന് ചേരട്ടെ. കണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മൂത്തു. ഇനി നമുക്ക് അതിൻ്റെ കൂടെ പച്ചമുളക് കൊടുക്കാം. കൊടുത്തോളൂ. ഇനി തക്കാളിയും കൂടെ കൊടുക്കാം. സ്വല്പം കറിവേപ്പിലയും കൂടെ കൊടുക്കാമേ. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം.
അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ, തക്കാളിയും പച്ചമുളകും എല്ലാവരും ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാല കൊടുക്കാം. മുളക് പൊടിയാണ് ആദ്യം കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി, സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ, മല്ലിപ്പൊടി, ഒരു ശകലം ഉലുവപ്പൊടിയും കൂടെ കൊടുക്കണം. ചിലർ ചേർക്കത്തില്ല, ഞാൻ ശകലം കൊടുക്കും. ഇതാ കണ്ടോ, അതൊന്ന് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വറുത്തെടുക്കുക. നല്ല വാസന വരുന്നുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മൂക്കുന്നതിൻ്റെതായ ഒരു വാസനയാണേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വിസിൽ വരുത്തിയ ചിക്കൻ ഇതാ കൊടുക്കാൻ പോവുകയാണ്. ആ വെള്ളത്തോട് നമുക്കങ്ങ് കൊടുക്കാം. ഇതിനെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതാണ്ടേ അരപ്പും ഇറച്ചിയും എല്ലാം കൂടെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളം ഞാൻ കൊടുത്തില്ല, കാര്യം ചിക്കനിലുള്ള വെള്ളമാണ് അതിലുള്ളത്. ഇനി ഇതൊന്ന് വേവട്ടെ, അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അത് ചെറിയ തീയിൽ എല്ലാം കൂടെ ചേർന്നൊന്ന് വെന്ത് പറ്റട്ടെ. നമുക്ക് കറി ഒന്ന് നോക്കാം. ഏകദേശം വെന്ത് പറ്റാറായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് പറ്റട്ടെ. ഒന്നും കൂടെ പറ്റിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം. കറി ശരിയായിട്ടുണ്ട്. അടപ്പിൽ നിന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കാണിക്കാം. ഇന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അപ്പമാണ് ഇവിടെ ഉള്ളത്. അപ്പം എടുത്ത് അതിൽ കറി ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്ന് അപ്പവും ചിക്കൻ കറിയുമാണ്. ഇതാ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നോക്കിക്കോ. എങ്ങനെയുണ്ട് മോളെ? അടിപൊളിയായിട്ടുണ്ട്. അപ്പോഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വല്ലപ്പോഴും അപ്പോ ഇറച്ചിയും മഴക്കാലത്ത് മക്കൾക്ക് ചെയ്തു കൊടുക്കുക. ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് എല്ലാവർക്കും സന്തോഷത്തോട് കഴിക്കാം. എല്ലാവരും എൻ്റെ ലൈവിൽ വരണം, എൻ്റെ വീഡിയോസ് കാണണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും അടുത്ത ഒരു റെസിപ്പിയായി വരുവോളൂ. ബൈ മക്കളെ.